വയനാട് മുട്ടിൽ മരമുറി കേസിൽ റവന്യൂ മന്ത്രിയുടെ വാദം തള്ളി മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മരം നൽകിയ കർഷകർക്കെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നു എന്നതിന് തെളിവാണ് അവർക്ക് കിട്ടിയ നോട്ടീസ്. കർഷകർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് മന്ത്രി പറഞ്ഞാലും ഉദ്യോഗസ്ഥർ നടപടി തുടരുകയാണ്. 37 കേസുകളിൽ KLC പ്രകാരം പിഴ ഈടാക്കുന്നതിനായി വില്ലേജ് ഓഫീസിലേക്ക് അയച്ചു എന്ന് വിവരാവകാശ രേഖ പറയുന്നു. ഈ രേഖ ലഭിച്ചിട്ടുണ്ടെന്ന് മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു 24-നോട് പറഞ്ഞു. മന്ത്രിയെക്കാളും മുകളിൽ ഉദ്യോഗസ്ഥന്മാരോ? ചോദ്യം ചോദിക്കാൻ വരട്ടെ. റവന്യൂ മിനിസ്റ്റർ പറഞ്ഞുവെന്ന് ഞാനും കേട്ടിരുന്ന വാർത്തയിലും കർഷകർക്കെതിരെ നടപടി ഉണ്ടാകില്ല. ഇത് മുമ്പേ പറഞ്ഞതാണ്. 2023 തന്നെ ഇപ്പോൾ ഈ പിഴ സംഖ്യ വിധിച്ചു കഴിഞ്ഞപ്പോൾ കർഷകരിൽ നിന്നും ഈടാക്കുകയില്ല എന്ന് റവന്യൂ വകുപ്പും നമ്മുടെ മിനിസ്റ്ററും അതുപോലെ മറ്റു രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ നോട്ടീസ് ചെന്നിരിക്കുന്നത് അവർക്കെതിരെയാണ്. കാരണം ഈ നടപടി പാലിച്ചിട്ട് ഈ നോട്ടീസ് അയക്കുകയുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും ഇതിൽ നടപടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. കർഷകർക്കെതിരായിട്ടുള്ള നടപടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. മന്ത്രിയുടെ വാക്കിന് ഒരു വിലയില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെ പറഞ്ഞതായിട്ട് കണ്ടു. പക്ഷെ മന്ത്രി പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ പോകുന്നത് വരെ ഇത് തുടക്കം മുതലേ ഇങ്ങനെയാണല്ലോ. ഇപ്പം മന്ത്രിമാർ പറയുന്നതൊന്നും അല്ലല്ലോ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. ഇതിനകത്തും ആദ്യം പല കാര്യങ്ങളിലും സംഭവിച്ചത് അത് തന്നെയാണ്. പിഴ ഈടാക്കണ്ടെന്ന് ഒരു ഉത്തരവിറക്കട്ടെ, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവിറക്കട്ടെ. മുട്ടിൽ കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത 15 കോടിയുടെ മരങ്ങൾ നശിച്ചു തുടങ്ങി. മരം ലേലം ചെയ്ത് പൊതു ഖജനാവിൽ സൂക്ഷിക്കാൻ എന്താണ് നടപടി വൈകുന്നതെന്ന് അറിയില്ല. സൗത്ത് വയനാട് DFO എന്താണ് അത് ചെയ്യാത്തത്? കേസിൽ പ്രതികൾക്കെതിരായ ക്രിമിനൽ കേസ് വളരെ ദുർബലമാണ്. പ്രതികൾ ശിക്ഷിക്കപ്പെടാനും സാധ്യത കുറവാണ്. മരമുറിയിൽ പ്രതികൾക്കൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥർക്കും റോളുണ്ട്. വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത 49 കേസുകളിൽ കുറ്റപത്രം നൽകിയിട്ടില്ലെന്നും മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. ക്രിമിനൽ കേസ് അട്ടിമറിക്കപ്പെടുക എന്ന് പറയുന്നത് അർത്ഥം കൊടുത്ത കുറ്റപത്രങ്ങളൊക്കെ ദുർബലമാണ്. കേസിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. നിലവിലിപ്പോൾ ഈ കേസിൽ ഇവരെല്ലാവരും കുറ്റവിമുക്തരാകും. അവർ മാത്രമേ കുറ്റം ചെയ്തു എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല കേട്ടോ. അവരോടൊപ്പം അവരെ കുറ്റക്കാരായിട്ട് കണ്ടെത്തണമെങ്കിൽ, അതിന് തെളിവ് കൊടുക്കണമെങ്കിൽ റവന്യൂവിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ റോൾ എന്താണെന്നുള്ളതും കൂടി ഇത് വരണം. ഇത് ഉത്തരവ് മുറിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ വരുമ്പോൾ ക്രിമിനൽ കേസൊക്കെ അങ്ങ് പോകും. ഇവർക്കെതിരെയുള്ള ക്രിമിനൽ കേസൊക്കെ പോകും. അപ്പം തീർച്ചയായിട്ടും ഇത് തെറ്റ് റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഇത് വനം വകുപ്പ് വളരെ നിരുത്തരവാദപരമായിട്ടാണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. എല്ലാ നടപടികളും അന്നു മുതൽ ഇപ്പോഴും സൗത്ത് വയനാട് DFO, അന്നത്തെ സൗത്ത് വയനാട് DFOയും പിന്നീട് വന്ന സൗത്ത് വയനാട് DFOയും ഇപ്പോഴിരിക്കുന്ന സൗത്ത് വയനാട് DFOയും 3 പേരും ഇതിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും തത്സമയം ചേരുകയാണ്. സുർജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ, ഡീറ്റെയിൽസ്, അപ്ഡേഷൻ. അത്യധികം ഗൗരവമുള്ള ഒരു പരാമർശം തന്നെയാണ് ഈ കേസിലെ മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള ജോസഫ് മാത്യു മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പല വാദഗതികളും വിവരാവകാശ രേഖയുടെ പിൻബലത്തിൽ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ കർഷകർക്ക് പിഴ ഈടാക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് അപ്പീൽ, നേരത്തെ അവർ നൽകിയ അപ്പീൽ തള്ളി പുതിയ അപ്പീൽ നൽകണം എന്നുള്ള ആവശ്യമുന്നയിച്ചുകൊണ്ട് മാനന്തവാടി സബ് കളക്ടർ നൽകിയ നോട്ടീസ്. ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ അത് വലിയ ആശങ്കയുണ്ടാക്കി. നമ്മൾ റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് കർഷകർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ല. ഇങ്ങനെ കർഷകർക്കെതിരെ പിഴ ഈടാക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ പോകില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് റവന്യൂ മന്ത്രി നൽകിയത്. പക്ഷേ ജോസഫ് മാത്യു ഈ വാദത്തെ തള്ളുന്നത് പലതരത്തിലാണ്. അതായത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ കർഷകർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് മന്ത്രി പറഞ്ഞാലും ഉദ്യോഗസ്ഥർ നടപടി തുടരുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഈ നോട്ടീസിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല 37 കേസുകളിൽ KLC പ്രകാരം പിഴ ഈടാക്കുന്നതിനായി മുട്ടിൽ വില്ലേജ് ഓഫീസിലേക്ക് അതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമായി ഈ വിവരങ്ങൾ അയച്ചു എന്നുള്ള തരത്തിലുള്ള വിവരാവകാശ രേഖ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് 5/5/2025 ലഭിച്ച ഒരു വിവരാവകാശ രേഖയാണത്. വൈത്തിരി തഹസിൽദാർ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ തെളിവാണ് ഈ രേഖ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പിഴ ഈടാക്കാൻ തടസ്സങ്ങളില്ലാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. കർഷകർക്കെതിരെ നടപടി വേണ്ട എന്നുള്ളത് ലാൻഡ് റവന്യൂ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ റവന്യൂ
സെക്രട്ടറിയും ഉത്തരവായി തന്നെ ഇറക്കണം, അല്ലെങ്കിൽ അത് സർക്കുലറായി തന്നെ ഇറക്കണം. അങ്ങനെ ഇറക്കിയാൽ മാത്രമേ കർഷകർ ഇതിനകത്ത് നിന്ന് മോചിതരാകൂ എന്നുള്ളതാണ് ജോസഫ് മാത്യു പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട വാദം. അതായത് അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങാത്ത പക്ഷം, ഇത് ഈ ഒരു വിവാദ ഉത്തരവിന്റെ മറപറ്റിയാണ് ഇത്തരത്തിൽ ഒരു വലിയ മരമുറി ഉണ്ടായിട്ടുള്ളത്. ആ മരമുറിക്ക് ആധാരം റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവാണ്. അതേ റവന്യൂ സെക്രട്ടറി തന്നെ കർഷകർക്കെതിരെ നടപടി എടുക്കില്ല എന്നുള്ള തരത്തിലുള്ള ഉത്തരവ് ഇറക്കിയാൽ മാത്രമേ ഇതിനകത്തൊരു കൃത്യമായൊരു പോംവഴി, അതായത് ഇവർ ഈ കർഷകരുടെ പ്രതിസന്ധി അവസാനിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ചില വാദങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ പിടിച്ചെടുത്ത ഈട്ടി മരങ്ങളടക്കം 15 കോടിയാണ് വില കണക്കാക്കിയിട്ടുള്ളത്. അതിപ്പോഴും അവിടെ കുപ്പാടിയിൽ കെട്ടിക്കിടന്ന് നശിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ മരങ്ങൾ വിറ്റ് ലേലം ചെയ്ത് ആ തുക പൊതുഖജനാവിലേക്ക് അടയ്ക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്നുള്ളത് ചോദ്യമാണ് വനംവകുപ്പിനോട് ചോദിക്കുന്നത്. കോടതിയിൽ പ്രതികളും പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഒരുപോലെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വാദം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മുട്ടിൽ കേസിൽ പ്രതികൾക്കെതിരായിട്ടുള്ള ക്രിമിനൽ കേസ് വലിയ ദുർബലമായ ഒരു അവസ്ഥയാണുള്ളത്. പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേണ്ടത്ര തെളിവുകളില്ലാതെയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. വസ്തുതകളൊന്നും തന്നെ അന്വേഷണത്തിൽ വന്നിട്ടില്ല. മരമുറിയിൽ പ്രതികൾക്കൊപ്പം വലിയ പങ്ക് വഹിച്ച ആളുകളാണ് ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥർ. ഇവർക്കെതിരായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തണം. അതോടൊപ്പം തന്നെ വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. അതിൽ 49 കേസുകളാണുള്ളത്. ആ കേസുകളിൽ ഒന്നും തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ ഇത്ര 2 വർഷമായിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇതിന് മാറി മാറി വന്ന DFOമാർ, വയനാട് സൗത്ത് DFOമാർ ഉത്തരവാദികളാണെന്ന് പറയുന്നുണ്ട്. വലിയ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പോംവഴിയായി കാണേണ്ടത് ഈ കേസിൽ വീണ്ടും ഒരു തുടരന്വേഷണം വേണം. ആ തുടരന്വേഷണം സർക്കാർ നടത്താൻ തയ്യാറാകണം. എന്നിട്ട് പഴുതടച്ച ഒരു കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ എത്തണമെന്നും ജോസഫ് മാത്യു പറയുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. ആ വെളിപ്പെടുത്തലാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. SK. ഓക്കെ, സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.